വടകരയിൽ കാറിടിച്ച് 9 വയസ്സുകാരി കോമയിലാവുകയും മുത്തശ്ശി മരിക്കുകയും ചെയ്ത സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹായം അഭ്യർത്ഥിച്ച് കുടുംബം. സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും നൽകിയ വാഗ്ദാനങ്ങൾ കടലാസിൽ ഒതുങ്ങിയതായും കുടുംബത്തിന്റെ ആരോപണം. നീതിക്കും സഹായത്തിനുമായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ കുടുംബം. സഹപാഠികളോടൊപ്പം കളിച്ചും ചിരിച്ചും നടന്ന 9 വയസ്സുകാരി ദൃശാന. ഇന്ന് അവളുടെ മുഖത്ത് ആ ചിരിയില്ല. അമ്മയുടെ വിളി കേട്ടാൽ ഓടിയെത്തുന്ന ദൃശാനയ്ക്ക് ഇന്ന് അനങ്ങാൻ പോലും കഴിയില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി രാവും പകലും മകൾക്ക് കാവലിരിക്കുന്ന അമ്മ 10 മാസമായി മകളുടെ അമ്മയെന്ന വിളിക്കായി കാതോർക്കുന്നു. ഒരു ദിവസം അത് സാധ്യമാകുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം. പക്ഷേ അതിന് മകൾക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകണം. കരുണ പറ്റാത്തവരുടെ സഹായം വേണം. സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഒക്കെ സഹായ വാഗ്ദാനങ്ങളെല്ലാം കടലാസിലൊതുങ്ങി. ഇനി ഈ നിർധന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിലാണ്. സുരേഷ് ഗോപി സാറിനോട് ഈ ഒരു ന്യൂസ് അവരെ അറിയിക്കണമെന്ന് വലിയൊരാഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ കേന്ദ്രമന്ത്രിയോട് ഒരു അപേക്ഷ മാത്രമല്ല, കുട്ടിക്ക് നിംഹാൻസ് പോലുള്ള ഹോസ്പിറ്റലിൽ പോയാൽ ചിലപ്പം കുട്ടി കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആവുമെന്ന് കുറേ ഒരു അറിവുള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞു. അപ്പോൾ കേന്ദ്രമന്ത്രി ഒന്ന് ഇടപെട്ട് കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരാനോ. ദൃശാനയെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത് മെച്ചപ്പെട്ട അന്തരീക്ഷം, ചികിത്സ എന്നിവ ദൃശാനയ്ക്ക് നൽകാൻ കഴിഞ്ഞാൽ ആ കുഞ്ഞു ബാല്യത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയുമെന്നാണ്. വീടിന്റെ അന്തരീക്ഷമാണ് ദൃശാനയ്ക്ക് ആവശ്യമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ദൃശാനയും കുടുംബവും വാടക വീട്ടിലേക്ക് മാറിയത്. അതോടെ ചികിത്സാ ചെലവ് ഏറുകയാണ്. നമ്മളെപ്പോഴത്തെ സാധാരണക്കാർക്കാവില്ല. ഇപ്പോൾ മോളെ ചിലവും കാര്യങ്ങളും ഇനിയിപ്പോൾ പിന്നെ കൊണ്ടുപോകണമെന്നില്ല, അതിനുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര ചിലവാണ്. ഒരു ദിവസത്തെ ചിലവ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും എല്ലാം അതൊന്നും ഇൻഷുറെല്ലാം കിട്ടൂലല്ലോ. ഇൻഷുറൻസ് കിട്ടുന്ന ആകെ മരുന്നും കാര്യങ്ങളും മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പം ഡൈപ്പറും കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ വീട്ടിൽ പോയാൽ അതെല്ലാം വാങ്ങണം. ഇപ്പോൾ മോക്ക് പ്രോട്ടീൻ പൗഡർ, അതാണ് പ്രോട്ടീൻ പൗഡർ വലിയ പൈസയുണ്ട്. 1500 പ്രോട്ടീൻ പൗഡറും ആഴ്ചക്ക് അത് എത്തുന്നുള്ളൂ. അതും വാങ്ങണം. അതെന്ന് വെച്ചാൽ മോക്കെന്ന് വെച്ചാൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ജ്യൂസായിട്ട് കൊടുക്കുന്നില്ലേ, അപ്പം ശരീരം ക്ഷീണിച്ചു. അപ്പോൾ അതിനുള്ള അനുസരിച്ചുള്ള പ്രോട്ടീൻ പൗഡർ അതിന് വലിയ വിലയാണ്. അത് ഒരാഴ്ചത്തേക്ക് എത്തുന്നുള്ളൂ. അമ്മയെ കൊന്ന മകളെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ട വാഹനാപകടത്തിന് കാരണക്കാരനായ ഷജീനോട് ഈ കുടുംബത്തിന് ഒന്നേ ചോദിക്കാനുള്ളൂ. ഞാൻ അനുഭവിച്ച എൻ്റെ അമ്മയും എൻ്റെ കണ്ണു മുമ്പ് അമ്മയും പോയി, എൻ്റെ മോളും പോയി. അങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഒരു അനുഭവം അയാളെ ജീവിതത്തിൽ വന്ന് അയാൾ ഇങ്ങനെ ഒളിച്ചോടി പോവുക, അയാളെ മക്കൾക്ക് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ അയാൾ എന്നാ ചെയ്യുക? അപ്പോഴിട്ടെറിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ അയാൾക്കില്ല ഒരു മക്കൾ, ഒരിക്കലും നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റൂല. അവർക്ക് നിയമപരമായിട്ടുള്ള എന്നാ ശിക്ഷ അത് കിട്ടണം. ദൃശാനക്കിനിയുമുണ്ട് ഒരുപാട് ജീവിതം ബാക്കി. ആ കുഞ്ഞു ബാല്യത്തെ തിരികെ പിടിക്കാൻ സുമനസ്സുകൾ കനിയണം. സർക്കാർ സംവിധാനങ്ങൾ ഇവർക്ക് മുന്നിൽ കണ്ണടയ്ക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൃശാനക്കായി കൈകോർക്കാം. ജനം, കോഴിക്കോട്.